കേരളത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ചിത്രം കൂടിയാണ് എമ്പുരാൻ. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങളാണ് ഇപ്പോൾ എമ്പുരാൻ നേടിക്കഴിയുന്നത്. മാത്രമല്ല ബോക്സ് ഓഫീസിന്റെ നാഴികക്കല്ലായി ഇപ്പോൾ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി എമ്പുരാൻ മാറിക്കഴിഞ്ഞു. പ്രദർശനം ഇപ്പോൾ 3-ാം ആഴ്ചയിലേക്കും നീണ്ടു. തീ അണയുന്നില്ല, അത് പടരത്തേ ഉള്ളൂ എന്ന കുറിപ്പോടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പുതിയ നേട്ടവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രം ഗ്ലോബൽ ബ്ലോക്ക് ബസ്റ്ററായി തീർന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് നേരത്തെ തന്നെ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്യുകയും ആ പോസ്റ്റ് വൈറലായി കഴിയുകയും ചെയ്തു. ചിത്രം റിലീസ് ചെയ്ത ഓരോ ലോകരാജ്യങ്ങളിലും പിന്നിട്ട നേട്ടങ്ങൾ വിശദമാക്കിയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ചർച്ചകൾക്ക് വിധേയമായി കഴിഞ്ഞു. നേരത്തെ ആഗോള കളക്ഷനിൽ തന്നെ 100 കോടി തിയേറ്റർ ഷെയർ നേടുന്ന ചിത്രമായി എമ്പുരാൻ മാറിയിരുന്നു. 250 കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാണ്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഇത്രയും നേട്ടങ്ങൾ അർഹിച്ച ഒരു സിനിമയില്ല. കേരളത്തിൽ നിന്ന് മാത്രം 80 കോടി നേടുന്ന 3-ാമത്തെ മലയാള ചിത്രം എന്ന നേട്ടവും എമ്പുരാൻ പിന്നിട്ടിരിക്കുകയാണ്. 2018 പുലിമുരുകൻ എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ ഈ നേട്ടം സ്വന്തമാക്കുന്ന 3-ാമത്തെ ചിത്രമായി എമ്പുരാൻ മാറി. ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻ എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. മോഹൻലാലിന് പുറമെ പൃഥ്വിരാജും, മഞ്ജു വാര്യരും, ടൊവിനോ തോമസും, ഇന്ദ്രജിത് സുകുമാരനും, സുരാജ് വെഞ്ഞാറമൂടും, ജെറോം ഫിലിപ്സ്, ബൈജു സായ് കുമാർ, ആൻഡ്രിയ ടിവാർട്ടർ, അഭിമന്യു സിംഗ്, സാനിയ ഇയപ്പൻ, ഫാസിൽ, സച്ചിൻ ഗഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ, മാർട്ടിൻ, ശിവാജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനിയൻ, എറിക് എബണി, കാർത്തികേയ ദേവ്, മിഹായൽ നൊവിക്കോവ്, കിഷോർ, സുഗാന്ത്, ജയ്സ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ. സിനിമ വലിയ രീതിയിലുള്ള വർഗീയ ചിന്തകൾക്ക് വരെ കാരണമായെങ്കിലും സിനിമ ഇപ്പോഴും വലിയ രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ അവസാനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയപ്പെട്ടിരുന്നുവെങ്കിലും സിനിമയുടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. എന്താണെങ്കിലും സിനിമ വളരെയധികം ചർച്ചകൾക്ക് വിധേയപ്പെട്ടാലും വളരെയധികം കീറി മുറിയലുകൾക്ക് വിധേയപ്പെട്ടാലും സിനിമ ആരാധകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ തരംഗമായി കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. സിനിമയെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളതും ഇതിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോഹൻലാൽ എന്ന നടന്റെയും പൃഥ്വിരാജ് എന്ന സംവിധായകന്റെയും നടന്റെയും വിസ്മയമായ രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ ഒരു വിസ്മയം തന്നെയായിരിക്കാം സിനിമയെ ഹിറ്റ് അടിപ്പിച്ചിരിക്കുന്നത്.